ആരെയും ഇവിടെ മുശ്രിക്കാക്കിയിട്ടില്ല. ഇനിയോ ഉസങ്കടിയിൽ നടന്ന വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിൽ പേരോട് ഉസ്താദ് നിങ്ങൾ നോക്ക്, അവിടെ ഓരോരുത്തരും കാഫിറാക്കുന്ന വിഷയം, അതുപോലെ മുശ്രിക്കാക്കുന്ന വിഷയം ഓരോന്നും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുകയും ബോധ്യപ്പെടുകയും ചെയ്യുക. അങ്ങനെയുള്ള ഏതാനും ക്ലിപ്പിങ്ങുകളാണ് നിങ്ങൾ ഇനി കാണുന്നത്. നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ വാചകമാണ് ഞങ്ങളെ വ്യവസ്ഥയിൽ എഴുതിയത്. അത് നിങ്ങൾ ആ സെൽസബിയിൽ വായിച്ചു ഞാൻ അതങ്ങനെ തന്നെ അതിലുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്, ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല. പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഈക്കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അതുകൊണ്ടാ. ഈക്കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടുമില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. അപ്പോ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലായോ? ഇതൊരു വാദപ്രതിവാദ വേദിയിൽ നടന്നതാ. ഒരു വാദപ്രതിവാദ വേദിയിൽ പേരോടിന്റെ മുഖങ്ങൾ കണ്ടോ? ജീവിതത്തിൽ അങ്ങനെ ഒരു അടി ആദർശ രംഗത്തൂപ്പർക്ക് നേരിട്ടുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം. കൂറ്റനാട് കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്ന് വന്ന് സമസ്ത ഫത്വ പുറപ്പെടുവിച്ചു എന്ന്. ഞങ്ങൾ ഇവിടെ പേരെടുത്ത് ഏത് പണ്ഡിതൻ കാഫിറും മുശ്രിക്കെന്ന് ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്? നിങ്ങൾ ജനങ്ങളെ 1400 വർഷം മുമ്പ് ഭൂരിപക്ഷ മുസ്ലിം, അതൊക്കെ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള മുസ്ലിയാക്കന്മാരെ പൊട്ടീസ. നിങ്ങൾ ഒറിജിനലായിട്ട് പറയാ ഇന്ന ആള് കാഫിറും മുർത്തദ്ദുമാണെന്ന് പേരെടുത്ത് ഈക്കെ അബൂബക്കർ മുസ്ലിയാർ കാഫിറാന്ന് ഉള്ളാളെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉള്ളാളെ CM പറഞ്ഞതായിട്ട് ഉള്ളാളെ നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ഞങ്ങൾ എന്നറിയോ, സത്യത്തിൽ എനിക്ക് അഭിപ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജാതി കസർത്ത് അല്ല യഥാർത്ഥത്തിൽ. ഇത് പറയേണ്ടി വന്നത് എന്താ? ഞങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തി, ഞങ്ങൾ ആളുകളെ മുശ്രിക്കാക്കി കാഫിറാക്കി എന്ന് നിങ്ങൾ പറഞ്ഞു. ആ കാര്യത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇനി ഉള്ളാളെ നിങ്ങൾ പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ്. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിച്ചതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി.
എവിടെ? കേട്ടല്ലോ, ഇവരുടെ ഇടയിലുള്ള ഭിന്നിപ്പുണ്ടായിരുന്ന ഘട്ടത്തിലുണ്ടായ സംഭവം നിങ്ങൾ കേട്ടല്ലോ. പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഫറ. നോക്കൂ, ആ ആളുകളെ പറ്റി ഇവർ വിലയിരുത്തിയത് എത്രയെത്ര തെളിവുകളാണ്, എത്രയെത്ര തെളിവുകളാണ്. ഇനി നോക്കൂ, റോട്ടില് എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTC എത്തിയപ്പോ 20ഓളം മുസ്ലിയാക്കന്മാര് എന്റെ ചുറ്റിലും. എന്താ, എന്റെ താടിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് പറഞ്ഞു, നീളുള്ള താടിയൊക്കെ ആയിട്ടും നിങ്ങൾ ഹജ്ജിന് പോകുന്നല്ലോ മുശ്രിക്കാക്കിയല്ലോ. സത്യത്തിൽ എന്റെ ക്ലിപ്പിംഗ് ഇടുന്ന ആ ക്ലിപ്പിംഗ് തന്നെ ശരിക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മുസ്ലിയാക്കന്മാര്? ആ ക്ലിപ്പിംഗ് ശരിക്ക് കേൾക്ക്. ഞാൻ എന്താ പറഞ്ഞത്, അവിടെ ഹജ്ജ് ചെയ്യുന്നവരിൽ അബൂജഹലുമാർ ഹജ്ജ് ചെയ്യുന്നു. എന്താ അങ്ങനെ പറയാൻ? നമ്മൾ പറയാറുണ്ട്, അഭിനവ അബൂജഹൽ എന്ന് പറയാറുണ്ട്, അഭിനവ കാറൂൻ എന്ന് പറയാറുണ്ട്, അഭിനവ ഫിറോന്മാരെന്ന് പറയാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ആശയ ആളുകൾക്ക് വളരെ വ്യക്തമാവും. അബൂജഹൽ ചെയ്ത ശിർക്ക് എന്താ? അത് റിസാല പറഞ്ഞല്ലോ, കടലിൽ അള്ളഹാനോട് മാത്രം ദ്വേരിക്കുക, കരയിൽ അള്ളല്ലാത്തവരോട് ദ്വേരിക്കുക. കേരളത്തിൽ നിന്ന് പടച്ചോനോട് മാത്രം ദ്വേരിക്കുന്ന എത്ര ആളുകൾ പോകുന്നുണ്ട്, എത്ര ആളുകൾ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ശരിക്ക് ഇവിടെ ശരിക്ക് ചിന്തിക്കുക നിങ്ങൾ. അപ്പൊ എന്താണ്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയുമോ, ഞാൻ ഹജ്ജിന് പോയ സന്ദർഭം, അവിടുത്തെ തൊട്ടടുത്ത ടെന്റിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മിനായിൽ വന്നു. സത്യത്തിൽ മിനായിൽ റസൂല് ഹജ്ജിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചിട്ടില്ലേ കുറെ ഇബാദത്ത്? ഒരൊറ്റ ഇബാദത്തും മിനായിൽ റസൂല് പഠിപ്പിച്ചേ നടക്കണില്ല. ഖദ്ദാദും ഖുതുബിയത്തും മൗലീദും റാത്ത് എത്രത്തോളം അറിയോ? ചില ആളുകൾ അവിടുത്തെ ഉസ്താദുമാരെ ലംഘിച്ച് ഞങ്ങളുടെ കൂടെ വന്നു. എനിക്കറിയാം, വളരെ കൃത്യമായി പറയാം, 4 ആളുകൾ ഗഫാർ മൗലവിയെ വിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. പല ആളുകളും ഈ കേരളത്തിൽ നിന്ന് പോയ പല പണ്ഡിതന്മാരെയും വിട്ട് അവര് പറയാണ്, മിനായിൽ റസൂല് പഠിപ്പിച്ചെന്താ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല. ഇവിടെ ശിർക്കിന്റെ ബെയ്ത്തുകളും കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്ന. ഇവിടുന്ന് പോകുന്ന മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ അവിടെ കാണിക്കുന്നത് മുഴുവനും ഖുർആനും സുന്നത്തും പച്ചയായി പറഞ്ഞ ശിർക്കാണ്. ഇനി ഹജ്ജിന് പോകുന്ന ആളുകളിൽ ശിർക്കില്ലേ? ഉണ്ട് എന്ന് ഞാനല്ല പറയുന്നത്. ഈ സുന്നികളുടെ ഇപ്പോഴുള്ള ഏറ്റവും ആധികാരിക പണ്ഡിതൻ ഖുർആൻ പരിഭാഷ ചെയ്തിട്ടുള്ള റഹ്മത്തുല്ലാ ഖാസിമി മൂത്തടം പറഞ്ഞിട്ടില്ലേ, ഹജ്ജിന് പോയി വന്നവനോട് ശിർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമാണോ പറഞ്ഞത്? ഞാനൊരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കണ്ണു തുറക്കട്ടെ ഈ സമുദായം എന്ന നിലയിൽ. റസൂല് പറഞ്ഞിട്ടില്ലേ, ഖിയാമത്ത് നാളുണ്ടാകും, എന്റെ ഉമ്മത്ത് ലാത്തയും ഉസ്സയും ആരാധിക്കുന്നത് വരെ, ലാ തഖൂമുസ് സാഅ, അന്ത്യദിനം വരില്ല, കല്ലാരാധിക്കുന്നത് വരെ താക്കീത് കൊടുക്കുക മുസ്ലിങ്ങൾക്ക്. എന്റെ ഹജ്ജിൽ ശിർക്കിന്റെ അംശമുണ്ടോ? എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞല്ലോ, തൗഹീദ് ശരിയാവാത്തവന് ഹജ്ജുണ്ടോ? തൗഹീദ് ശരിയാത്തവന് നിസ്കാരമുണ്ടോ? തൗഹീദ് ഇല്ലാത്തവനെ നിസ്കാരം സ്വീകരിക്കുമോ? ഞാൻ ആ കേസിൽ ചോദിച്ചിരുന്നു. എന്റെ ക്ലിപ്പിംഗ് നിങ്ങൾ വീണ്ടും വിട്ടോളൂ, എനിക്കതിൽ യാതൊരു ആശങ്കയുമില്ല. വ്യക്തമാണ് ആ കാര്യം. ഞാൻ അവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരും ഹജ്ജിന് പോകുന്നു. അത് ശിർക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് മനസ്സിലാക്കാൻ ചെണ്ടമുട്ടി കിടക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ അത് വ്യക്തവുമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, റഹ്മത്തുല്ലാ ഖാസിമിയെ പോലെയുള്ള ശിർക്കിന്റെ മുഖങ്ങൾ എന്ന പ്രഭാഷണത്തിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്കുണ്ട് എന്ന് ആവർത്തിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നു. അതിലൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വിശ്വാസികൾ ചിന്തിക്കണം. ഹബീബായ നബി പറഞ്ഞു, അനായിഷ റളിയല്ലാഹു അൻഹാ സ്വഹീഹുൽ ബുഖാരി ചില ആളുകൾ ഹബീബായ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് അനിൽ കുഖാനി, ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹ്, അപ്പ റസൂലുള്ളാഹ് അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈഇൻ, അവരൊന്നുമല്ല, ഒരു ജ്യോത്സ്യനെയും പേടിക്കണ്ട, ഒന്നുമല്ല. കുറത്തിമലയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ നിലമ്പൂരുകാർ മുഴുവനും കുറത്തിമലയെ പേടിക്കും. കുറത്തിമലയിൽ ഒരാളുണ്ട്, കച്ചവടക്കാരൊക്കെ നേർച്ചയാക്കും. കുറത്തിമലയിൽ ഉത്സവം ഉണ്ടാകുന്ന എന്റെ വക ആനച്ചലവൊന്ന്. നിലമ്പൂരിക്കാരുണ്ട്. നിലമ്പൂരിക്കാര് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1, 2, 3 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 5 പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ